ശ്യാമേ, എന്തുപറ്റി? സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല. കൃഷ്ണകുമാർ സാറിന്റെ സിനിമയില് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? സാറിപ്പ എന്നെ വിളിച്ചിരുന്നു. ശ്യാമയോട് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. ആലോചിക്കാനൊന്നുമില്ല, വേണ്ട. ശ്യാമേ, നീ എന്തേ കാണിക്കുന്നത്? വിദേശങ്ങളിലടക്കം ഉണ്ടായിരുന്ന കച്ചേരികൾ മുഴുവൻ ക്യാൻസൽ ചെയ്തു. 4-5 വർഷമായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യാറില്ല. ആകെ ബാക്കി ഉണ്ടായിരുന്നത് ചില പ്രധാനപ്പെട്ട സിനിമകളിൽ പാടുന്നതാ. അതും കൂടെ വേണ്ടെന്ന് വെച്ചാ? ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാതാവാൻ അധിക സമയമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് എങ്ങോട്ട് ഓടി ഒളിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്? ഒളിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് എനിക്കറിയാൻ പറ്റില്ല. ഒരല്പനേരം മനസമാധാനത്തോടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട അങ്ങനെ ഒരു പൊസിഷനും. ശ്യാമ, എത്രയോ പേര് കൊതിക്കുന്ന പൊസിഷനാ അത്. എനിക്ക് വേണ്ട. എനിക്കെന്റെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന അമ്മയായാ മതി. അവൾക്ക് വേണ്ടി കരയാനുള്ള സ്വാതന്ത്ര്യം മതി. അവളെ കണ്ടുപിടിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് എത്ര തവണ പറഞ്ഞു. അതിന്റെ പേരിൽ എത്ര പേർക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഇക്കാര്യത്തിൽ ശ്യാമ എന്നെ കുറ്റപ്പെടുത്തണ്ട. ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ദേ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക. ശ്യാമ, പ്ലീസ്. എന്നെങ്കിലും ആ മോള് നിന്റെ അരികിലേക്ക് തിരിച്ചെത്തുമ്പോ അവളുടെ അമ്മ ലോകം ആരാധിക്കുന്ന ശ്യാമ തന്നെ ആയിരിക്കണം. അതായിരിക്കണം ആ കുഞ്ഞിനുണ്ടാവുന്ന ഏറ്റവും വലിയ അഭിമാനം. അതിനുവേണ്ടിയെങ്കിലും കമ്മിറ്റ് ചെയ്ത പ്രോഗ്രാമിൽ നിന്ന് മാറരുത്. ആ കുഞ്ഞിനെ നിനക്ക് വേണ്ടി ആരും കണ്ടുപിടിക്കില്ല. ആ കുഞ്ഞിന്റെ മുന്നിലേക്ക് നീ ഒരിക്കലും എത്തേയില്ല. കൃഷ്ണ, ആരോരും ഇല്ലാതിരുന്ന് എനിക്ക് അഭയം തന്നപ്പെടുമ്പോ അനാഥയായ എനിക്ക് അച്ഛനും അമ്മയായവരവര്. അവർക്കൊരു വേദനയും കൊടുക്കല്ല. എല്ലാ വേദനയും ഞാൻ സഹിച്ചോളാം. എന്റെ അമ്മയ്ക്കും അച്ഛനും മനസ്സമാധാനം കൊടുക്കണേ. എടാ, നീ ആദ്യം കയറിച്ചല്ലേ, നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഓക്കെ. അതെ, ഒന്ന് വേഗം വരൂ. നീ എന്താ തനിച്ചു വന്നേ? വരുൺ എവിടെ? അതെ, എയർപോർട്ട് മുഴുവൻ ഞാൻ തിരഞ്ഞു, പക്ഷെ വരുണിനെ കണ്ടില്ല. ഈശ്വരാ, ഇനി വരുന്ന ദിവസം മാറ്റിയിട്ടുണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവൻ വിളിച്ചു പറയേണ്ടതാണല്ലോ. വരവ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല.
എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ നീ? ഓ, ഉവ്വ് ഉവ്വ് ഉവ്വ്. അതേ ഇവൻ പറഞ്ഞു തന്നോണ്ടാവും, അല്ലെങ്കിൽ അമ്മയ്ക്ക് പിടുത്തം കിട്ടത്തൊന്നുമില്ല. ആ ആ അച്ഛാ എത്തിയോ? അച്ഛാ, യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? യെസ് ഡാഡ്. ഡാഡോ? ഓ സുഖമായിരുന്നു അച്ഛാ, സുഖമായിരുന്നു. നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി അമ്മ പറഞ്ഞില്ലേ? ഏയ് അങ്ങനൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ പറയാനൊന്നും നിൽക്കുന്നില്ല. എന്റെ മോന് ക്ഷീണമൊന്നുമില്ല. ദൂരദേശത്തുനിന്ന് മകൻ വരുമ്പോ നീ ക്ഷീണിച്ചില്ലേ, തലയിൽ എണ്ണ തേക്കാറില്ലേ എന്നൊക്കെ ചോദിക്കാത്ത ആദ്യത്തെ അമ്മ. ആ പട്ടം പത്മിനിക്ക് ഇരിക്കട്ടെ. ഓ വരുൺ, ഓ ഏട്ടത്തി, എന്തൊക്കെയാ വിശേഷം? ഇവിടെ എല്ലാം പഴയതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇനി വേണം മാറാൻ. ഇങ്ങത്താ, ഇങ്ങോട്ട് നീങ്ങി നിക്ക. ഓ ഏട്ടാ എടാ ഏട്ടാ ഏട്ടാ, ഐ റിയലി മിസ് യു മാൻ, റിയലി മിസ് യു. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തനിച്ചായി പോകുമ്പോഴേ ഞാൻ ഇയാളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാൻ എപ്പോഴും നിന്നെ കുറിച്ചാ ചിന്തിക്കുക. ഞാനെപ്പോഴും തനിച്ചാണല്ലോ. തനിച്ചോ? ആര് പറഞ്ഞു? സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ വീഡിയോ കോൾ വരാറില്ലേ, വിളിക്കാറില്ലേ? ഉവ്വ്. ഇവിടെ ആണെങ്കിൽ എന്തിനും ഏതിനും എത്ര പേരാ, എന്നിട്ടും തനിച്ചോ? ഇനി ഏട്ടൻ പറയും, എടാ വരുണേ, എന്നെ ഒന്ന് തനിച്ചിരിക്കാൻ സമ്മതിക്കുമോന്ന്. ദേ നോക്കിക്കോ, ഇനി ഞാൻ കാണിച്ചു തരാം. ദാ, എടാ ഇച്ച, സുഖാണോ? ആ സുഖം. ഹാപ്പി അല്ലടാ? ഹാപ്പിയാണ്. വരുണേ, കഴിഞ്ഞ തവണ ലീവ് എടുത്ത് നാട്ടിൽ വന്നിട്ട് പറഞ്ഞതിനേക്കാൾ മുന്നേ നീ തിരിച്ചുപോയി. ഇത്തവണ എന്താ ഉദ്ദേശം? ഇത്തവണ അമ്മയുടെ ഗംഭീരമായ കരച്ചിൽ പരിഗണിച്ച് ഒരു 20 ഡേയ്സ് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. ആ, അങ്ങനെയാണെങ്കിലേ അമ്മയ്ക്ക് ഒന്നുകൂടി നീട്ടി കരയായിരുന്നു. കുറച്ചുനാൾ കൂടി വരുൺ ഇവിടെ ഉണ്ടായിരുന്നേനെ. അല്ല, എവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്? ദ ക്യൂൻ ഓഫ് കണിമംഗലം അകത്തുണ്ട്, കാത്തിരിക്കാവും നിന്നെ. ആ, അപ്പൊ ഓക്കെ. ദേ കണിമംഗലത്തെ മഹാറാണിയെ കൂടി ഒന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങ് തകർക്കും. മുത്തശ്ശി, എന്റെ അമ്മോ! ഇതെന്താ? എന്തുവാ മുത്തശ്ശി ഇത്? എല്ലാ തവണയും നീയല്ലേ എനിക്ക് സർപ്രൈസ് തരുന്നത്. പിന്നെ ഇത്തവണ ഞാൻ തിരിച്ചൊന്ന് തരാമെന്ന് കരുതി. ഓ, തരാൻ കേട്ടാ. നോക്കിക്കാതെ കൈന്ന് പിടിച്ച് എഴുന്നേപ്പിക്ക്. അയ്യോ, എന്റെ നടുവൊടിഞ്ഞ്. എന്നെ പറ്റിക്കുമല്ലേ? എന്നെ പറ്റിക്കുമല്ലേ? ഈ ചെക്കന്റെ ഒരു കാര്യം, എനിക്ക് തല ഇറങ്ങിയിട്ട് വയ്യ. ആ, ഇടയ്ക്കിടയ്ക്ക് ഒരു തലവർക്കൊക്കെ ആവാം. പോടാ അവിടുന്ന്. ആ, അതൊക്കെ പോട്ടെ. നീ തനിച്ചേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഞാൻ കരുതി നീ വരുമ്പോ നിന്റെ ഫോറിൻ ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടാവുമെന്ന്. ആ, ഇങ്ങനെ വേണം മുത്തശ്ശിമാരായാലും. എന്തൊരു വിപ്ലവമാ എന്റെ അമ്മോ. പിന്നെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം, അവിടെ ഞാൻ തിരഞ്ഞില്ല എന്നൊന്നും കരുതണ്ട. പക്ഷേ മുത്തശ്ശിയുടെ അഴകുള്ള ഒരാളെ ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. അതാ കുഴപ്പം. പുകഴ്ത്താൻ നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. കാര്യട്ട മുത്തശ്ശി, ഈ പ്രായത്തിലും കണ്ടില്ലേ മുത്തശ്ശി എങ്ങനെ ചൊകചൊകാന്ന് പറഞ്ഞ് കണിമംഗലത്തെ മഹാറാണിയായിട്ടിരിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുക്കുമ്പോ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കണ്ടേ? അങ്ങനെ ഒരാള് വരും.
അല്ലെങ്കിൽ ഈ ഇഷ്ടം എന്ന് പറയുന്നതേ കരുതിക്കുട്ടി ഉണ്ടാവേണ്ട ഒന്നല്ല. അതിങ്ങനെ തനിയെ തനിയെ പൊട്ടിമുളച്ചുണ്ടാവണം. ആ എന്ന് പറഞ്ഞ മുത്തശ്ശിക്കും മുത്തശ്ശനും ഉണ്ടായതുപോലെ അല്ലേ? പഴയ ലവ് സ്റ്റോറിയൊക്കെ എനിക്കറിയാം കേട്ടാ. ഒന്നും പോടാ. ആ എന്നിട്ട് പറ നിന്റെ വിശേഷങ്ങള്. ആ ഈ ലോകത്ത് എവിടെ കറങ്ങി നടന്നാലും ഈ മുത്തശ്ശിയുടെ മടി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ചു കേട്ടില്ലേ? അച്ഛാ അത് കള്ളം പറയരുത്. പ്രിയേ, നീ കാരണം ഈ കുടുംബം അപമാനിക്കപ്പെട്ടു. നാട്ടുകാർ മുഴുവൻ രാധികയുടെ നേർക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് പതുങ്ങി പതുങ്ങി കയറി വന്നിരിക്കുക. എവിടെയായിരുന്നടി നീ? അമ്മ, ഞാൻ പൂജയ്ക്ക് പോകാൻ തയ്യാറായതാ. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു പൂജ ചേച്ചിക്ക് ചെയ്യണോന്ന്. പ്രിയേ, ചേച്ചിയുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചോട്ടെ എന്ന് ഞാനും കരുതി. ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയതാ. എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു നോട്ട് വാങ്ങാനുണ്ടായിരുന്നു. കേട്ടില്ലേ കേട്ടില്ല ദേവാനി? ഉണ്ടായ സകല കുഴപ്പങ്ങൾക്കും കാരണം ആരാണെന്ന് മനസ്സിലായില്ലേ നിനക്ക്? നീ നോക്കിക്കോ, ഈ കുടുംബം ഇവള് കൊണ്ടില്ലാതാവും. ആ മോളെ, മോളകത്തേക്ക് ചെല്ല്. ഇവിടെ വാടി. നീ എന്താടി മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുന്നേ? എന്നാ ഈ കുടുംബത്തിന് നീ തീയിടുന്നത്? നിനക്ക് മറ്റെന്തേലും കാരണം പറയായിരുന്നില്ലേ? നിനക്ക് പകരം ഞാൻ പൂജ ചെയ്തുകൊണ്ട് പൂജ മുടങ്ങി. അച്ഛന് അമ്പല കമ്മിറ്റിക്കാര് വിലക്കി. ഇപ്പൊ ഞാൻ മാത്രം കുറ്റക്കാരിയല്ലേ? അല്ല, ചേച്ചി എന്തിനാ പൂജ ചെയ്യാൻ പോയത്? ഞാൻ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ പൂജ ചെയ്യണ്ടായിരുന്നല്ലോ. മുടങ്ങട്ടെ, ആർക്കാ നഷ്ടം? ചേച്ചിക്ക് ഇപ്പൊ പൂജ മുടങ്ങിയതും അച്ഛനെ വിലക്കിയതും ഒന്നും അല്ല സങ്കടം. നാട്ടുകാർക്കിടയിൽ സ്വന്തം പേര് നഷ്ടപ്പെട്ടതില്ല. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? എന്റെ നഷ്ടം എത്രയാന്നാ വിചാരിച്ചിരിക്കുന്നത്? നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ചിലപ്പോ കുറച്ച് കുറ്റമൊക്കെ കേൾക്കേണ്ടി വരും. അത്രയ്ക്കുള്ള അർഹതയല്ലേ ഉള്ളൂ. അത്രയ്ക്കുള്ള അർഹതയേ ഉള്ളൂ. നിന്റെ മനസ്സിലതുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ബിജു, എടാ ബിജു. എന്താ വരുൺ വിളിച്ചത്? എടത്തി, ഞാൻ ബിജുവിനെ വിളിച്ചത്. ആയിക്കോട്ടെ, പക്ഷെ കാര്യം എന്താന്ന് എന്നോട് പറഞ്ഞാ ഞാൻ ചെയ്തു തരാലോ. അത് വേണ്ട. ബിജുവേ ഇവിടുത്തെ ജോലിക്കാരനാ. ബിജു ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാ ഏട്ടത്തി ചെയ്യുന്നത്? നിനക്ക് വേണ്ട ഒരു കാര്യമല്ലേ, അത് ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സോറി ഏട്ടത്തി, ഞാനേ ഇവിടെ ഒരു സാധനം വെച്ചിരുന്നു, അത് മിസ്സിംഗാ.
അത് ബിജുവിനറിയാം, അതുകൊണ്ടാണ് അവനെ വിളിച്ചത്. ഹാ, ഞാൻ അല്ല നോക്കാല്ലേ. വേണ, അതുകൊണ്ട് ഞാൻ നോക്കിയെടുത്തോളാം. നീ എന്തിനാ എന്നോട് ഇത്ര അകലം കാണിക്കുന്നേ? അയ്യോ, അകലം കാണിച്ചെന്നോ? അത് ഏട്ടത്തിയോടോ? എന്റെ ഏട്ടത്തി കണിമംഗലം കുടുംബത്തിലും എന്റെ മനസ്സിലും ഏട്ടത്തിക്ക് ഒരു യുവറാണിയുടെ സ്ഥാനമാ. യുവറാണി പേരുള്ള. അപ്പൊ ഏട്ടൻ യുവരാജാവ്. ഏട്ടൻ ഇരിക്കുന്ന സിംഹാസനത്തെ കുറിച്ച് ഇത്രയും നല്ലത് പറയാൻ ഒരു അനുജനെ പറ്റും. അല്ല ഏട്ടത്തി, ഞാനത് അതിവിടെ. അല്ല വരുൺ, സൗകര്യം പോലെ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. എന്താ ഏട്ടത്തി? ഇത്രയും കാലം വിദേശത്ത് ചെലവഴിച്ചിട്ടും നിന്റെ ചിന്താഗതി ഒട്ടും മാറിയില്ലേ? ഇത് ആരുടെ ഐഡിയ ഈ പട്ടിക്കാട്ടിന്ന് പെണ്ണ് കേട്ടാ? എന്താ മനസ്സിലായില്ലേ? ഈ നാട്ടിന്ന് തന്നെ നിനക്ക് വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ വേണോന്ന് പറഞ്ഞത് നീയാണോ അതോ അച്ഛനും അമ്മയും മുത്തശ്ശിയാണോ? എന്റെ പൊന്നേട്ടത്തി, ഇങ്ങനെ ഒരു കാര്യം ഏട്ടത്തി ചോദിക്കുമ്പോഴാ ഞാൻ കേൾക്കുന്നത് തന്നെ. ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? എന്നാലേ അറിഞ്ഞു. സിറ്റിയിൽ നിന്നും താൽക്കാലികമായി നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറിയതേ നിന്റെ വിവാഹം നടത്താൻ വേണ്ടിയാ. താമസിയാതെ മുത്തശ്ശിയും അച്ഛനും അമ്മയും ചേർന്ന് ഒരാളെ കണ്ടുപിടിക്കും. നമ്മുടെ തീരുമാനം അറിയുമ്പോ വരുൺ എന്തെങ്കിലും എതിർപ്പ് പറയൂ? എതിർപ്പ് പറഞ്ഞാൽ അതിന്റെ തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നത് അച്ഛനമ്മമാരുടെ കടമയല്ലേ? നിനക്ക് നല്ലൊരു മോഡേൺ പെൺകുട്ടി ഞാൻ കണ്ടെത്തി തരാം. ഏട്ടത്തി, വിവാഹത്തെ കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഏട്ടത്തി എന്നോട് സംസാരിച്ച നിലയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. ഒന്നാമതായി, ഈ നാടൊരു പട്ടിക്കാടാണെന്ന് ഏട്ടത്തി പറഞ്ഞില്ലേ? ഇത് അച്ഛൻ ജനിച്ച് ജീവിച്ചിട്ടുള്ള നാടാ. വെറുതെ ഒരു ഇടവഴിയിലേക്ക് ഇറങ്ങിയാൽ പോലും കണിമംഗലത്തെ പരമേശ്വരൻ എന്ന മനുഷ്യന്റെ പേരിൽ നമുക്ക് ബഹുമാനം കിട്ടുന്ന നാടാ. അതെങ്ങനെയാ പട്ടിക്കാടാവുന്നത്? അവൻ നല്ലവനാണ്, ഒരു ദൂഷ്യമില്ല. പക്ഷെ നാട്ടിൽ വന്ന് ബിസിനസ്സുകളൊക്കെ നോക്കി നടത്താൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. പകരം ചെയ്യുന്നതോ ഫോട്ടോഗ്രാഫിയുടെ പേരും പറഞ്ഞ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുക. അതൊരു നല്ല ജീവിതമല്ലല്ലോ. അവന് നല്ലവളായ ഒരു പെൺകുട്ടിയെ വേണം. സൂര്യക്ക് സംഭവിച്ചതുപോലെ ആകരുത്. പിന്നെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി നാടനായിരിക്കണോ മോഡേൺ ആയിരിക്കണോ, എവിടെ ജനിച്ചു, എന്ത് വസ്ത്രം ധരിക്കുന്നു, അതിലൊന്നും അല്ലല്ലോ കാര്യം. രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ കണക്ട് ആവണ്ടേ? എന്നെ സംബന്ധിച്ച് ഈ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് രണ്ടുപേർക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിനിടയിൽ നിന്നും സന്തോഷം കണ്ടുപിടിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. ദാമ്പത്യം ഒരു താലികെട്ടലാണെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അത് രണ്ട് മനസ്സുകളെ തമ്മിൽ കൂട്ടിക്കെട്ടുന്നു എന്നതാണ്. അവിടെ ഒരാൾ തളർന്നു വീണുപോയാൽ അടുത്തയാൾ അയാളുടെ കൈയും കാലും ആവണം. ഒരാളുടെ കാഴ്ച മങ്ങിയാൽ അടുത്തയാൾ അയാളുടെ കണ്ണാവണം. നമ്മുടെ ഭാഗ്യദോഷം. തളർന്നുപോയ നമ്മുടെ മകന് ഒന്നിനും പകരക്കാരിയാവാൻ കൽപ്പന തയ്യാറല്ല. നമ്മുടെ അച്ഛനമ്മയും കണ്ടില്ലേ, എത്ര രസമായിട്ടാ അവർ ഈ പ്രായം പോലും ആഘോഷിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പെട്ടുപോകണ്ട, ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. നിന്നോട് അത്രയ്ക്ക് താല്പര്യമുള്ളതുകൊണ്ടാ. അച്ഛനും അമ്മയും എന്തിനുള്ള ഒരു കാണോ എന്തോ. വരുണിന്റെ ഭാര്യയായിട്ട് വരുന്ന കുട്ടി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരിക്കണം. പണോ പ്രതാപമോ ഒന്നുമല്ല, സ്വഭാവം മാത്രം നോക്കിയാൽ മതി. ചേച്ചി അമ്പലത്തിൽ കയറുന്നില്ലേ? ഇല്ലടാ, എന്നെ ഇനി അതിന് അനുവദിക്കുന്നു തോന്നുന്നില്ല.
ചേച്ചിയുടെ അച്ഛന്റെ ജോലിയും പോവോ? അതും അറിഞ്ഞൂടാ. എന്നെ ശിക്ഷിച്ചോട്ടെ, എന്റെ അച്ഛനെ ശിക്ഷിക്കാതിരുന്നാ മതി. ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് ഇറക്കി വിട്ടു കഴിഞ്ഞാല് അച്ഛനത് താങ്ങാൻ പറ്റില്ല. ചേച്ചി അമ്പാടിമലയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അമ്പാടിമല നമ്മുടെ കൃഷ്ണ ഭഗവാൻ ആദ്യം അവിടെ ആയിരുന്നു എന്നല്ലേ പറയുന്നത്? അവിടെയുള്ള ഭഗവാൻ കൃഷ്ണന്റെ ചെറിയ വിഗ്രഹത്തിന് മുന്നിൽ പോയി തിരി കത്തിച്ച് കണ്ണനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാലേ എന്താഗ്രഹിച്ചാലും നടക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത്. അത് സത്യ? അങ്ങോട്ട് കേറിപ്പോൻ വലിയ പാടാ. അറ്റത്തെത്തുമ്പോ മൃഗങ്ങൾ വരെ ഉണ്ടെന്നാ പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി അവിടെ പോയി തിരി കത്തിച്ചാ മതിയായിരുന്നു. ചേച്ചി ആഗ്രഹിക്കുന്നതൊക്കെ നടന്നേനെ. ഞാൻ പോവും. കയറാൻ എത്ര ബുദ്ധിമുട്ടായാലും ആ മല ഞാൻ ചവിട്ടിക്കയറും. ജലപാനം പോലും ഇല്ലാതെ മല കയറി ഞാൻ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുൻപിൽ എത്തും. ആ നടയിൽ തിരി തെളിയിക്കുക തന്നെ ചെയ്യും. ഇത് സത്യം. ഇത് സത്യം.